നമസ്കാരം. തലസ്ഥാനത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ പോവുകയാണ്. ഈ വരുന്ന 14-ാം തീയതിയാണ് അവർക്ക് അർദ്ധരാത്രി സ്വാതന്ത്ര്യം നൽകുന്നത്. എന്തായാലും ഞാൻ അതേക്കുറിച്ച് പറയാം. അതിനു മുമ്പായി സ്ത്രീകൾക്ക് അധിക നിയമപരിരക്ഷ, അനാവശ്യമായ അധിക നിയമപരിരക്ഷ നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇങ്ങനെ ശിക്ഷയായി നൽകുന്ന അധിക നിയമപരിരക്ഷയെ വളരെ സമർത്ഥമായി ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുണ്ട്. സ്ത്രീകളായി പോയതുകൊണ്ട് മാത്രം അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും അവർക്ക് ശിക്ഷാ ഇളവ് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയും നമ്മുടെ നാട്ടിലുണ്ട്. പല ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലും വിധി പ്രസ്താവിച്ചുകൊണ്ട് കോടതികൾ പറയുന്ന ഒരു വാചകമുണ്ട്: സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നു, അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നില്ല എന്നൊക്കെയാണ് ഇത്തരത്തിൽ കോടതികൾ പോലും പറയുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ ഈ സ്ത്രീകൾക്ക് സംവരണവും സൗജന്യവും ഒക്കെ നൽകാൻ മത്സരിക്കുകയാണ്. അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി വാരി വിതറുകയാണ്. അത് കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. സർക്കാർ ജോലിയുടെ കാര്യത്തിലായിരുന്നാലും തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തായിരുന്നാലും ഒക്കെ സ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ള സംവരണമുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സംവരണമുണ്ട്. പക്ഷേ എന്നിട്ടും വീണ്ടും വീണ്ടും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ എന്തോ താഴ്ന്ന വ്യക്തികളാണ്, അവർക്ക് പുരുഷന്മാരോളം കഴിവില്ല എന്ന് ചിന്ത അവരിലേക്ക് അടിച്ചേൽപ്പിച്ച് അവർക്ക് കൂടുതൽ സൗജന്യം വാരി വിതറുകയാണ് നമ്മുടെ സർക്കാരുകളൊക്കെ. ഇപ്പോൾ ഇന്ന് മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്ത കണ്ട് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയിലായിപ്പോയി. നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പ് ഈ വരുന്ന 14-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടത്തുകയാണ്. ആ പരിപാടി എന്താണ് എന്ന് കേട്ടാൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ എന്താണ് പറയേണ്ടത് എന്നെനിക്കറിയില്ല. അങ്ങനെ പരസ്യമായി പറഞ്ഞാൽ ഒരുപക്ഷെ ഇനി അതിൻ്റെ പുറകെ കേസും വഴക്കുമായിട്ട് നടക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം മനസ്സിൽ പറയുന്നു. സ്ത്രീകളാൽ സ്ത്രീകൾക്ക് വേണ്ടി അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് വനിതാ ശിശു വികസന വകുപ്പ്. 14-ാം തീയതി രാത്രി 10 മണി മുതൽ പുലർച്ചെ 1 മണി വരെ തിരുവനന്തപുരം ഓവർബ്രിഡ്ജ് മുതൽ PMG വരെയുള്ള റോഡ് സ്ത്രീകൾക്ക് മാത്രമായി തുറക്കും. ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഈ സമയത്ത് പുരുഷന്മാർക്ക് പ്രവേശനമുണ്ടാകില്ല. സ്ത്രീകൾക്ക് അർദ്ധരാത്രിയിൽ നടക്കാനും നൃത്തം ചെയ്യാനും കളിക്കാനും പാടാനും സാധനങ്ങൾ വാങ്ങാനും ഭക്ഷണം കഴിക്കാനും പൊതു ഇടം സ്വന്തമാക്കാനും അവസരമൊരുക്കുകയാണ് ഈ പരിപാടിയിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ നിയന്ത്രണവും സുരക്ഷയും സ്റ്റാളുകളുടെ നടത്തിപ്പും എല്ലാം സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്യും. പരിപാടിക്ക് ഔദ്യോഗിക ഉദ്ഘാടനമോ പ്രസംഗമോ ഒന്നും ഉണ്ടാകില്ല. പ്രത്യേക വസ്ത്രശൈലിയോ ക്ഷണക്കത്തോ ഉണ്ടാകില്ല. സംഗീതജ്ഞർ, നർത്തകർ, കവികൾ, കൊമേഡിയന്മാർ, നാടക സംഘങ്ങൾ, ട്രൂപ്പുകൾ തുടങ്ങിയവർക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് പരിപാടികൾ അവതരിപ്പിക്കാം. സ്റ്റാൾ ഇടാൻ ആഗ്രഹിക്കുന്നവർ വനിതാ സംരംഭകരും രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പത്രവാർത്ത കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, 21-ാം നൂറ്റാണ്ടാണ്. ഈ 21-ാം നൂറ്റാണ്ടിലാണ് ബഹിരാകാശത്ത് പോലും തങ്ങളുടേതായ കയ്യൊപ്പ് പതിച്ച വനിതകളെ രണ്ടാം കിടക്കാരായി കാണുന്നത് ഈ പുരുഷന്മാർ തന്നെയാണ്. ഇതിലൂടെ ഇവർ രക്ഷപ്പെടുന്നത് എന്തായാലും സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരണം, സ്ത്രീ ശാക്തീകരണം എന്നുള്ളതൊന്നുമല്ല. അവർക്ക് അവരുടെ ഭരണം പിടിക്കണം, ആളാകണം, ഇതിലൂടെ കുറച്ച് ഫണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, അത് വെട്ടിക്കണം, തട്ടിക്കണം, കൈയിട്ട് വരണം എന്നുള്ളത് ഒഴിച്ചാൽ ഇതൊന്നുമല്ല ഇവരുടെ ഒന്നും ലക്ഷ്യം. വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് പോലും ഇവിടെ നോക്കൂ, 70 വയസ്സ് പ്രായമുള്ള 70-80 വയസ്സ് പ്രായമുള്ള മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾ, അവരൊക്കെ വിശ്രമ ജീവിതം നയിക്കേണ്ടവരാണ്. പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി ചന്തയിൽ നിന്ന് മീൻ വാങ്ങി പല ജംഗ്ഷനുകളിൽ വന്ന് വിറ്റ് ഇവർ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ രാത്രി 9 മണി 10 മണിയാകും. അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടത്, അല്ലാതെ ഇതുപോലെ അല്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അല്ലെങ്കിൽ ഈ ആശയം കൊണ്ടുവന്നവരെ കുറിച്ച് ഓർക്കുമ്പോൾ പുച്ഛം തോന്നുകയാണ്. സ്ത്രീകൾക്ക് എന്തിനാണ് ഇത്രയധികം ആനുകൂല്യങ്ങൾ നൽകുന്നത്? പുരുഷന്മാർ ആ ഭാഗത്തേക്ക് കടക്കാനേ പാടില്ല പോലും. ഈ പറയുന്ന ഈ പദ്ധതി കൊണ്ടുവന്നവരുടെ എങ്ങനെ തറവാട്ട് വകയാണോ ഈ കേരളത്തിലെ പൊതു റോഡുകൾ? പുരുഷന്മാർക്ക് ആ സമയത്ത് ആ റോഡുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധുവീടുകളിലോ അവരുടെ സ്ഥാപനങ്ങളിലോ എന്തെങ്കിലും പോകേണ്ട ഒരു ആവശ്യമുണ്ടായാൽ എന്ത് ചെയ്യും? പോകണ്ടേ? ഇത് എന്ത് തരം വിഡ്ഢിത്തമാണ് ഈ മരക്കഴുതകൾ കാണിച്ചു വയ്ക്കുന്നത്? ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുകയാണ് KSRTC ബസ്സിൽ. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ആർക്കും ഉണ്ടായിട്ടില്ല. വളരെ തുച്ഛമായിട്ടുള്ള 1% സ്ത്രീകൾക്ക് മാത്രമാണ് അത് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിനാണെങ്കിൽ കനത്ത സാമ്പത്തിക നഷ്ടം. 1 ലക്ഷമോ 50,000-ഉം 10,000-ങ്ങളും ശമ്പളം വാങ്ങുന്ന സർക്കാർ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ സ്ത്രീകൾക്ക് എന്തിനാണ് ഈ സൗജന്യം നൽകുന്നത്? അതൊക്കെ പോട്ടെ, എന്നിട്ടാണ് ഇവിടെ രാത്രി 10 മണി മുതൽ പുലർച്ചെ 1 മണി വരെ റോഡ് അടച്ചുകൊണ്ട് അവിടെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് എന്തും ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. ഗതികേടാണ്. ആരെങ്കിലും ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ ഈ മണ്ടൻ ആശയം കൊണ്ടുവന്നവൻ്റെ മണ്ടക്കടി കിട്ടിയേനെ.